സ്വരവസന്തമായി മനസ്സിലേക്ക് പെയ്തിറങ്ങിയ കുഞ്ഞുമക്കൾ പാട്ടും ചിരിയും ഒക്കെ കൊണ്ട് പ്രേക്ഷക മനം നിറയ്ക്കുന്ന ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. സ്വരമധുര വിരുന്നിലെ പെരിന്തൽമണ്ണയുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ അബിൻ എത്തുന്നു. വെൽക്കം അബിൻ ഓൺ സ്റ്റേജ്. അബിൻ കുട്ടാ, എന്തോ എന്തരടേ ഇത്? നന്നായിട്ടില്ലേ? ഉണ്ട്. കൊള്ളാം, അതുകൊണ്ടാ ചോദിച്ചത്. അതായത് ഇത് നല്ലൊരു ഷേപ്പ് ഉണ്ടല്ലേ, മുകളിലിട്ട ജാക്കറ്റിന് ഒരു പ്രത്യേക ഷേപ്പ്. അപ്പൊ ഞാൻ വിചാരിച്ച അവൻ തയ്പ്പിച്ചതാണെന്ന്. ഇവനോ പൈസ മുടക്കിയോ? എന്നോട് എല്ലാരും പറയുന്നത് എന്താണെന്നറിയോ? 5 പൈസ മുടക്കത്തില്ല. ആണോടാ? നീ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ലേഡീസിനല്ലാതെ. ലേഡീസിന് ആർക്ക് അല്ല, അങ്ങനല്ല. അതല്ല, അയ്യോ പറഞ്ഞോ, നമ്മൾ വലുതാകുമ്പോ സമ്പാദ്യമൊക്കെ ആവുമ്പോ അതെ 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 ജോലിയൊക്കെ ചെയ്ത്. എന്ത് ജോലി? പ്രൊഫഷണൽ സിംഗിങ് ഒക്കെ ചെയ്ത്. പക്ഷെ നിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നവരെല്ലാരും പറയുന്നത് നീ ഭയങ്കര പിശുക്കനാണ്. അതെന്താടാ? 5 പൈസ മുടക്കത്തില്ല. അതായത് ഇവരെല്ലാം കൂടെ ചായ കുടിക്കാൻ കയറുന്നത്. നിന്റെ ആ കൂട്ടുകാരന്റെ പേരെന്തോ? അടുത്തൊരു കൂട്ടുകാരനുണ്ടല്ലോ, എന്റെ ബെസ്റ്റ് അക്ഷയ് ജോമല്. അങ്ങനെ ആരൊക്കെയോ 3 പേരും കൂടെ കേറി കാപ്പി കുടിച്ചപ്പോ 78 രൂപയോ എങ്ങണ്ടായി. ഇല്ലല്ല, ഞങ്ങൾ അന്ന് പോയി ഷവർമ കഴിച്ചിട്ടാ പോന്ന്. എന്തായാലും ഞാൻ ടീച്ചർ തന്നു. അങ്ങനല്ല, 1078 രൂപയായി. ഇത് ഞാൻ കേട്ട കഥ പറയാ. ഇവര് കുറച്ച് കൂട്ടുകാരെല്ലാം കൂടെ പോയിട്ട് കാപ്പി ചായയും വടയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോ 78 രൂപയായപ്പോ ഇവൻ പറഞ്ഞു ഞാൻ കൊടുക്കാന്നു. 78 രൂപ കൊടുത്തിട്ട് ബാക്കി എത്ര? 100 രൂപയില് മീനോട്ടി പറയൂ. 22. കറക്റ്റ്. നിനക്കറിയത്തില്ലായിരുന്നല്ലോ. അവന് കൃത്യമായിട്ട് അറിയാം. എനിക്ക് തോന്നി. എന്നിട്ട് വെള്ളോട്ട് ഇറങ്ങിയപ്പം ഒരുത്തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇടേ 22 രൂപ നീ വെച്ചു. പാവം വിചാരിച്ചു, ഇത് കാപ്പിയും വാങ്ങിച്ചു കൊടുത്ത് പൈസയും കൊടുക്കുന്നല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇവരെല്ലാരും കൂടെ ബൈക്കിലെങ്ങാണ്ടാ പോയത്. ഇപ്പം നേരെ ബൈക്കിലോട്ട് കയറിയപ്പോ പറഞ്ഞു, ഇടേ നാളെ ആ 100 രൂപ ഇട്ടിഞ്ഞ് തിരിച്ചു തരുന്നേ. മനസ്സിലായി? ബൈക്കിലോട്ട് കയറിയ പറഞ്ഞു നാളെ 100 ആയിട്ട് ഞാൻ തിരിച്ചു കൊടുക്കണം, ഈ ചേഞ്ചും കൂടെ കൂട്ടി. അപ്പൊ ആദ്യം 78 രൂപ കൊടുത്തപ്പോ മഹാനായി. വീണ്ടും 22 രൂപ ബാക്കിയും കൂടെ കൊടുത്തപ്പോഴത്തേക്ക് മഹാനോട് മഹാൻ. എടാ, അതിന്റെ വിഷമം തീർക്കാൻ അടുത്ത ദിവസം നീ വരുമ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും മേടിച്ചോണ്ട് തരണം. ആയിക്കോട്ടെ. അപ്പൊ ഏത് പാട്ടാ പാടുന്നത്? ചിലമ്പലി താളം. കല്യാണം. ഓ, കല്യാണം ഇതാണോ? അപ്പൊ അച്ഛനും അമ്മയൊക്കെ വരും അല്ലേ? കല്യാണം കഴിക്കും. ഒരു ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ലക്ഷണം കണ്ടിട്ട്. അതെ, പാടിക്കോനെ. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് അബിൻ. താങ്ക് യു. दिल आगे आगे और मैं पीछे, प्यार हो गए और क्या सोचे, दिन डस लिया बिचवा जैसे, हाय राम जाने श्याम जाने, तन मन मिलने से क्या होगा आगे. छिल 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 चिलंबोली तालम, ढक 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 ढोलक मेलम, और शहनाई पाडुम गानम, अय्या हो भैया प्यार भैया मोहब्बत पेण्णिनुम चेरुकनुम कल्याणम.
ചെമ്പരത്തിപ്പൂവാണ് മുല്ല മലരാണ് കണ്ണ് കടലാണ് കൽബിലലിവാണ് കൊഞ്ചി കുഴയുമ്പ പുഞ്ചിരി അഴകാണ് മുത്തുമൊഴിയാണ് മുല്ലമലരാണ് കണ്ണ് കടലാണ് കൽവിലലിവാണ് കൊഞ്ചിക്കുഴയുമ്പ പുഞ്ചിരി അഴകാണ് പതിയെ നടന്നെന്നാലും കൊലുസിന്റെ കൊഞ്ചൽ കേൾക്കാം പൂന്തട്ടമിട്ടാൽ പോലും മുഖചന്ദ്രബിംബം കാണാം ഹൊയാക്ക ഹൊയാക്ക ഹൊയ് ഹൊയ് ഹൊയാക്ക ഹൊയാക്ക ഹൊയ് ഹൊയാക്ക 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 ഹൊയ് ഹൊയ് നിക്കാഹിൻ സൽക്കാരമായി ചില 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 ചിലമ്പൊലി താളം ടക 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 ഡോലക്ക് മേളം ഒരു ഷഹനായി പാടും ഗാനം ഹയ്യാ ഹോ ഭയ്യാ പ്യാർ ഭയ്യാ മൊഹബത്തി പെണ്ണിനും ചെറുക്കനും കല്യാണം മാരനിവനാണ് മനസ്സ് മയിലാണ് ചുണ്ടിൽ ഗസലാണ് കെസ്സിനിശലാണ് വാനിലുയരുന്ന റംസാൻ പിറയാണ് മാരനിവനാണ് മനസ്സ് മയിലാണ് ചുണ്ടിൽ ഗസലാണ് കെസ്സി ഗിസലാണ് വാനിലുയരുന്ന റംസാൻ പിറയാണ് ആദ്യത്തെ രാവാണല്ലോ അരികത്തൊരാളുണ്ടല്ലോ പാടാത്ത പാട്ടും പാടി പറയാത്ത കഥയും ചൊല്ലി ഹൊയാക്ക ഹൊയാക്ക ഹൊയ് ഹൊയ് ഹൊയാക്ക ഹൊയാക്ക ഹൊയ് ഹൊയാക്ക 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 ഹൊയ് ഹൊയ് നിക്കാഹിൻ സൽക്കാരമായി ചില് 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 ചിലമ്പൊലി താളം ഡക്ക് 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 ഡോലക്ക് മേളം ഒരു ഷഹനായി പാടും ഗാനം ഹയ്യാ ഹോ ഭയ്യാ പ്യാർ ഭയ്യാ മൊഹബത്തി പെണ്ണിനും ചെറുക്കനും കല്യാണം താങ്ക് യു സാർ സൂപ്പർ മാനെ സൂപ്പർ വെരി വെരി അടിപൊളി ഉഗ്രൻ ഡാൻസേഴ്സ് കാലക്കി കോറസ് ഗ്രൂപ്പ് എല്ലാരും കൂടെ ചേർന്നു ഭയങ്കര ഒരു പെർഫോമൻസ് ആയിരുന്നു അത് അസാധ്യം ഓ, Orchestra. hats off, hats off. അബിൻകുട്ടാ എന്തോ റെക്കോർഡ് പോലെ പാടി താങ്ക് യു അതെ റെക്കോർഡിൽ എങ്ങനെയാണോ പാടിയത് അത് വള്ളി പുള്ളി വിടാതെ കൃത്യം കൃത്യം താങ്ക് യു സാർ അസലായിരുന്നു ഞാൻ 100% ഉറപ്പിച്ചാണ് ആദ്യത്തെ ഹമ്മിങ് പാളിപ്പോ ചീറ്റു എന്ന് വിചാരിച്ചത് കാരണം അതിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ അത് ഒരു ഓഫ് നോട്ടും സംഗതി എല്ലാം കൂടെ ചേർത്തിട്ട് വിദ്യക്ക് ഇതങ്ങ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് വിദ്യ ഒരു ഔട്ട്ലൈൻ തന്നപ്പോഴത്തേക്ക് ഞാൻ പാടിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ആ എം ജി ഇത് പോതും അത് ശരി ഇത് ഞാൻ തന്നെ അറ്റംപ്റ്റ് ചെയ്യാറില്ല ഇപ്പോഴ് കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോവും കയ്യിൽ നിന്ന് പോവും പക്ഷെ നീ കൃത്യമായിട്ട് ഇനി ഞാൻ പാടിക്കുന്നില്ല ചില പോയാലോ ആ ക്രെഡിറ്റ് അങ്ങ് പോവും അതുകൊണ്ട് നന്നായിട്ട് പാടി എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഈ എന്താണ് പറയുന്നത് നിങ്ങളെപ്പോലുള്ള മത്സരാർത്ഥികൾ വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് പാടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളൊക്കെയാണ് പ്രേക്ഷകർ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. ആണോ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നു നല്ലൊരു എന്താ പറയാ രണ്ടാമതൊരു സംഭവം ആ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ കൊള്ളാമല്ലേ ഒരു സുഖമുണ്ട് മോനെന്ത് പറയുന്നു ഞാൻ ആദ്യമായിട്ടാ ഭാഗ്യല്ലേ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം കാണാറുണ്ട്. അപ്പൊ അതൊരു റീക്രിയേഷൻ ഓഫ് നമ്മുടെ പഴയ ഒരു മെമ്മറി അവരുടെ കല്യാണത്തിന്റെ പിന്നെ നീ പാടുകയും മകൻ പാടുന്നു ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് അമ്മയച്ഛനും പുറകിൽ നിന്ന് കേൾക്കുന്നു മകൻ പാടുന്നു അമ്മയച്ഛനും പുറകോട്ട് പോണു അവരുടെ അതെ കല്യാണം എന്നായിരുന്നു എവിടെ വെച്ചായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകൾ ഓടിക്കളിക്കുന്ന ഒരു തിരുമുറ്റമായിട്ട് മാറും ഇത് ഒരു കല്യാണ റൗണ്ട് എന്തായാലും നന്നായി വെരി ഗുഡ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എത്ര വർഷമായി 16 വർഷമായി. ഓ 16 വർഷം എങ്ങനെ പോയി ജീവിതം കുഴപ്പമില്ല. കുഴപ്പമില്ല
പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുഴപ്പമില്ല. അതൊക്കെ എവിടെ ഉണ്ടാകാത്തെ? നമ്മൾ പണ്ടൊരു ചൊല്ലില്ലേ, ചട്ടിയും കലമാകുമ്പോ തട്ടിയും മുട്ടിയിരിക്കുമെന്ന്. അതെ. എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും. എന്നാൽ ഇപ്പോഴും നിങ്ങൾ സന്തോഷമായിട്ട് ഒരുമിച്ച് പോകുന്നു. മോൻ ഒരു ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുകയാണ്. ഇവിടുത്തെ ദാസേട്ടനാണ്. അല്ല, അവൻ ഒട്ടും ബിലോ ആവറേജ് ആയിട്ട് പോയി ഞാൻ കണ്ടിട്ടേ ഇല്ല. മോർ ദാൻ ഒരു 95%, 96, 97% അവൻ എല്ലാത്തിനും മിടുക്കനായിട്ട് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് ഐ എം വെരി പ്രൗഡ് ഓഫ് യു അഭികുട്ട. താങ്ക് യു. ശരിക്കും എന്താ പറയണേ, ഒരു ഫീസ്റ്റ് ആയിരുന്നു. ഇവിടെ ഒരു കണ്ണിനാനന്ദവും ചെവികൾക്ക് സുഖവും എല്ലാം ഒരു ടോട്ടൽ മൂഡ് ക്രിയേറ്റ് ചെയ്തു നിങ്ങൾ. ശരിക്കും ഒരു കല്യാണം നടക്കുന്ന ഫീലായിരുന്നു അല്ലേ? ആ ഷെഹനായിയുടെ എന്തൊരു ടോണാണത്! എന്ത് രസമായിട്ട് അത് വായിച്ച് അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആൻഡ് മോന്റെ സിംഗിങ്, മോനെ നീരു ഉഗ്രൻ സിംഗറാണ് കേട്ടോ. ഓ ഗാഡ്. അനീത്തിയും പാടുവോ? വെരി ഗുഡ്. അപ്പൊ അടുത്ത സീസണിലേക്ക് റെഡിയാക്കാണല്ലേ അനീത്തിയെ? എനിവേ, രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കൂ. നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. നല്ലൊരു മോനെ അനുഗ്രഹിച്ച് ഈശ്വരൻ തന്നിട്ടുണ്ട്. നല്ല ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. എല്ലാ പ്രാർത്ഥനയും. അതെ, ഈ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞപ്പോഴാ നീ പാട്ട് കഴിഞ്ഞപ്പോൾ നിന്റെ അച്ഛനെ അനുഗ്രഹിക്കുന്നുണ്ട്. അല്ല, അത് ഞാനേ ഈ പാട്ട് പറഞ്ഞ ഞാൻ ആങ്ങളെയാണ്. അതാണ് എന്താ? ഓ, ഞാനേ- ആങ്ങളെയാണെന്ന്. ഇതാണ് എന്റെ ആങ്ങള. അത് പെങ്ങളല്ലേ? സോറി സോറി. ഞാൻ അതല്ലേ ചോദിച്ചത്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ നിന്റെ അച്ഛന്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചു. അളിയന്റെ മുടിയൊന്നും ശരിയാക്കിയതാ. സാധാരണ തിരിച്ചാ വേണ്ട. മോനെ നീ നന്നായിരിക്കണം അളിയാ. മുടി ശരിയാക്കിയൊന്നുമല്ല, ഞാൻ കണ്ടു അത്. എന്നിട്ട് പുള്ളി ഇങ്ങനെ ആയിട്ട് ഇങ്ങനൊക്കെ ആക്കുന്നതാണ്. അല്ല, വീട്ടിൽ അങ്ങനെയാണോ നിങ്ങൾ? അളിയനെ പോലെയാണോ നിങ്ങൾ പെരുമാറുന്നത്? ഞങ്ങള് നല്ല ഇപ്പൊ മനസ്സിലായി. ഞാനും എന്റെ മക്കളും അങ്ങനെ തന്നെ, വളരെ ഫ്രണ്ട്ലി ആണ്. ഓഹോ. അതെ അതെ. ഇനിയിപ്പോ ഇവിടെ ഇറങ്ങി കഴിയുമ്പോ അബിൻ അച്ഛന്റെ കൈ അളിയാ വാ പോവാളി. അപ്പൊ അബിൻകുട്ടാ, എന്തോ നേരത്തെ എന്താ പറഞ്ഞ, ഇവിടെ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല, പിശിക്കനാന്നൊക്കെ പറഞ്ഞില്ലേ അല്ലേ മീനൂട്ടി? അല്ല, അപ്പൊ സമ്പാദ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? ജോലിയൊക്കെ ഈ കിട്ടട്ടെ. ടോപ്പ് സിംഗർ ഒന്ന് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിക്കോ. പിന്നെ ഇഷ്ടംപോലെ സമ്പാദ്യം ഉണ്ടാവും, യാതൊരു സംശയമില്ല. ഓക്കെ, ഇഷ്ടംപോലെ റെക്കോർഡിങ്സും പ്രോഗ്രാംസും ഒക്കെ അഭിനെ കാത്തിരിക്കുന്നുണ്ടാവും. കാരണം നല്ല പ്രൊഫഷണൽ സിംഗറാണ്. അപ്പൊ ഉഗ്രനായിരുന്നു. അതുപോലെ തന്നെ ഓർക്കസ്ട്ര, ആഹാ അടിപൊളി, ഒന്നും പറയാനില്ല, അത്രയ്ക്കും ഗംഭീരം. ഓ ഗംഭീരം, അടിപൊളി, ഗംഭീരം. സൂപ്പർ കേട്ടോ അബിൻ, കീപ് ഇറ്റ് അപ്പ്, ഓൾ ദി ബെസ്റ്റ്. അബിൻകുട്ടാ, നിനക്കറിയാമല്ലോ എത്ര ആയിരിക്കും? കാരണം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പാടിയാല് 100-ൽ 200 തരണ്ട. പക്ഷെ ഇത്രേ ഉള്ളൂ. 100 out of 100. ആടെ ഒരു വിദ്യാജിപ്പുകുട്ടി. അച്ഛനും അമ്മയും ഭയങ്കര ടെൻഷനിലാണല്ലോ, എന്താണ്? ശരിക്കും കല്യാണത്തിന് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നോ? എപ്പോഴും ടെൻഷനുള്ള ആളാണോ? അപ്പൊ ഒരു പാട്ട് പാടി അമ്മ അങ്ങോട്ട് കൂളാക്കിക്കോ. പകലൊളി മായുമ്പോ കുളിരല മൂടുമ്പോ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലേ നിന്നുമിന്നും നീ പുണർന്നൊരീ താരകം മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. വളരെ നല്ല ഉഗ്രം വോയിസ്. അമ്മയ്ക്ക് സന്തോഷമായോ? അമ്മ എന്താ എപ്പോഴും സന്തോഷായി. സന്തോഷമായി? അത് മതി, അത് മതി. പെങ്ങളെ വിളി. അളിയനും പെങ്ങളൊക്കെ ചെല്ലട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അളിയാന്ന് വിളിച്ച നിങ്ങളുടെ ഭാഗ്യം.
അപ്പൊ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ അതിമനോഹരമായ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.